കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു ബസിന്റെ പേരിൽ കലങ്ങി മറിയുകയാണ്. ടൗണിൽ നിന്ന് കോളേജിലേക്ക് ഒരു ബസ് സർവീസ് വാഗ്ദാനം ചെയ്ത KSU കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അടുത്ത തിരഞ്ഞെടുപ്പ് അടുക്കാറായിട്ടും ബസ് വന്നില്ല. ഇതിനെ തുടർന്ന് SFI പ്രവർത്തകർ ട്രോൾ മഴ തുടങ്ങി. ഇതോടെ യൂണിയനെ രക്ഷിക്കാൻ സ്ഥലം MP MK രാഘവൻ നേരിട്ടെത്തി. പക്ഷേ ഇപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല. ബസ് ഇപ്പോഴും സർവീസ് തുടങ്ങിയിട്ടില്ല. നഗരത്തിലെ പ്രധാന കലാലയമായ സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് 28 വർഷത്തിന് ശേഷം KSU തിരിച്ചുപിടിച്ചപ്പോൾ ആ വിജയത്തിൽ ഒരു ബസ്സിനുണ്ടായിരുന്ന സ്ഥാനം ചെറുതായിരുന്നില്ല. ലൈൻ ബസ് നിർത്തുന്നിടത്ത് നിന്ന് 1.5 കിലോമീറ്ററോളം കുന്നുകയറി നടന്നു വേണം കോളേജിലെത്താൻ. ഇതിനൊരു പരിഹാരമായി ബസ് സംവിധാനം ഒരുക്കുമെന്നായിരുന്നു KSUവിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും ബസ് എത്താതായതോടെ പ്രധാന പ്രതിപക്ഷമായ SFI ട്രോളുകളുമായി രംഗത്തിറങ്ങി. ഒടുവിൽ KSUവിന്റെ ധർമ്മസങ്കടം മനസ്സിലാക്കിയ സ്ഥലം MP MK രാഘവൻ ബസ് അനുവദിക്കാമെന്നേറ്റു. എന്നാൽ കോളേജ് ഇതിനായി ഔദ്യോഗിക അപേക്ഷ അയക്കണം. അധികൃതരാവട്ടെ അപേക്ഷ അയക്കാൻ തയ്യാറുമല്ല. ഇതോടെ യൂണിയന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങി. അങ്ങനെ ആ ലെറ്റർ ഇവിടെ ചോദിച്ച് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് ഇവിടുത്തെ മാനേജറും പ്രിൻസിപ്പാൾ അടക്കമുള്ള ആളുകൾ ഇത് കോളേജിന് ഏറ്റെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചു. പകുതി ശതമാനം ഇതിൻ്റെ ചിലവ് മാനേജ്മെൻറ്റ് ഏറ്റെടുക്കട്ടെ, പകുതി PTA കമ്മിറ്റി ഏറ്റെടുക്കട്ടെ എന്നുള്ളത്. അങ്ങനെ PTA കമ്മിറ്റി ചർച്ച ചെയ്തു. അവർ അതിൽ ഭൂരിപക്ഷമുള്ള ഇടത് അധ്യാപകരും അതോടൊപ്പം തന്നെ SFIക്കാരുടെ മാതാപിതാക്കളും ഇത് എതിർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇത് PTA കമ്മിറ്റി ഏറ്റെടുക്കുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തി. മാനേജ്മെൻറ്റ് ഏറ്റെടുക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഡീസൽ, ജീവനക്കാരുടെ വേതനം തുടങ്ങി ബസ്സിനുണ്ടാവാൻ പോകുന്ന ഭാരിച്ച ചെലവ് ആര് വഹിക്കുമെന്നും ഇനി വരുന്ന യൂണിയനുകൾ ബസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിലടക്കമുള്ള സംശയവുമാണ് മുന്നിലുള്ളതെന്ന് കോളേജ് അധികൃതർ പറയുന്നു. ഏതായാലും സമരം തുടരാനാണ് യൂണിയന്റെ തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്.